നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാനമാണ് ഓൺലൈൻ തട്ടിപ്പ് വഴി പണം തട്ടുന്ന മലപ്പുറം സ്വദേശികളായ 4 പേർ ആലപ്പുഴ പോലീസിന്റെ പിടിയിലായി. ആലപ്പുഴ സ്വദേശിനിയിൽ നിന്ന് 12 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലാണ് പ്രതികൾ വലയിലായത്. ആലപ്പുഴയിൽ SFI പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. UGC നെറ്റ് പരീക്ഷ റദ്ദാക്കിയ നടപടിക്കെതിരെയാണ് ആലപ്പുഴ പോസ്റ്റ് ഓഫീസിലേക്ക് SFI പ്രവർത്തകർ മാർച്ച് നടത്തിയത്. CPM മുക്ത കേരളം എന്നത് തങ്ങളുടെ നിലപാടല്ലെന്ന് KC വേണുഗോപാൽ MP. പരസ്പരം മത്സരിക്കുന്നുണ്ടെങ്കിലും CPM ഇല്ലാതാകണമെന്ന് ആഗ്രഹിക്കുന്നില്ലെന്നും വേണുഗോപാൽ. പ്രശസ്ത സിനിമാ സംവിധായകൻ വേണുഗോപൻ ഓർമ്മയായി. ചേർത്തല കടക്കരപ്പള്ളി സ്വദേശിയായ വേണുഗോപന് ആയിരങ്ങൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ദുരവസ്ഥ പരിഹരിക്കാൻ നടപടി വേണമെന്ന ആവശ്യം CPIയുടെ നേതൃത്വത്തിൽ ആശുപത്രി സംരക്ഷണ ശൃംഖല സംഘടിപ്പിച്ചു. വള്ളംകളി മത്സരങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള ചമ്പക്കുളം മൂലം ജലോത്സവം ശനിയാഴ്ച. ചമ്പക്കുളത്ത് പമ്പയാറ്റിലാണ് ജലോത്സവം നടക്കുന്നത്. 6 ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ 8 വള്ളങ്ങൾ പങ്കെടുക്കും. യോഗ പരിശീലനത്തിന്റെ പ്രാധാന്യം വിളിച്ചോതി അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു. നാടെങ്ങും വൈവിധ്യമാർന്ന പരിപാടികൾ. വാർത്തകൾ വിശദമായി. ഓൺലൈൻ തട്ടിപ്പ് വഴി പണം തട്ടിയെടുക്കുന്ന മലപ്പുറം സ്വദേശികളായ 4 പ്രതികൾ ആലപ്പുഴ പോലീസിന്റെ പിടിയിലായി. ആലപ്പുഴ സ്വദേശിനിയിൽ നിന്ന് 12 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലാണ് പ്രതികൾ വലയിലായത്. അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ മലപ്പുറം സ്വദേശികളായ 4 പേരെ ആലപ്പുഴ നോർത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു. ആലപ്പുഴ സ്വദേശിയായ യുവതിയിൽ നിന്ന് 12 ലക്ഷം രൂപ തട്ടിയ കേസിലാണ് അറസ്റ്റ്. പിടിയിലായവർ ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് ശൃംഖലയിലെ കണ്ണികളാണ്. വീട്ടിലിരുന്ന് പണം സമ്പാദിക്കാമെന്ന പേരിൽ 12 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തുന്ന ആലപ്പുഴ സ്വദേശിനിയുടെ പരാതിയിന്മേലാണ് മലപ്പുറം സ്വദേശികളായ 4 പേരെ ആലപ്പുഴ നോർത്ത് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഏറനാട് അറവുങ്കര പൂക്കോട്ടൂർ മീനാട്ടുകുഴിയിൽ വീട്ടിൽ ഉമ്മൻ അലി, പനമ്പള്ളി മീത്തൽ വീട്ടിൽ ഷമീർ അലി, വെള്ളൂർ വെള്ളത്തൊടി വീട്ടിൽ അക്ബർ, കാവന്നൂർ ഇരുവേറ്റി മാതയംപുറത്ത് വീട്ടിൽ മുഹമ്മദ് ഇർഷാദ് എന്നിവരാണ് അറസ്റ്റിലായത്. വീട്ടിലിരുന്ന് പണം സമ്പാദിക്കാമെന്ന ഓൺലൈൻ പരസ്യം നൽകി പ്രലോഭിപ്പിച്ചാണ് തട്ടിപ്പ് നടത്തിയത്. ഗ്രൂപ്പിൽ ആഡ് ചെയ്ത ശേഷം വിവിധ ടാസ്ക് നൽകി വിജയിച്ചപ്പോൾ 500 മുതൽ 2000 രൂപ വരെ തട്ടിപ്പുകാർ ആദ്യം നൽകി. പിന്നീട് വലിയ തുക സമ്മാനമായി ലഭിച്ചുവെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും ഇത് ലഭിക്കാൻ കുറച്ച് പണം അടയ്ക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പല തവണകളായി 12 ലക്ഷത്തോളം രൂപയാണ് വാങ്ങിയത്. വിവിധ അക്കൗണ്ടുകളിലേക്കാണ് ഇവർ പണം കൈമാറിയത്. പിടിയിലായവരിൽ ഒരാളുടെ അക്കൗണ്ടിലേക്കും പണം കൈമാറിയിട്ടുണ്ട്. പണം കൈപ്പറ്റിയവരെ കുറിച്ച് സൂചന ലഭിച്ചതായി പോലീസ് പറഞ്ഞു. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് ശൃംഖലയിലെ കണ്ണികളാണ് പിടിയിലായവർ. നിലവിൽ 15ഓളം ഓൺലൈൻ തട്ടിപ്പ് കേസുകൾ ആലപ്പുഴ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ മാത്രം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 50 ലക്ഷത്തിന് മുകളിൽ രൂപയാണ് വിവിധ കേസുകളിലായി തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. ഇപ്പം നമുക്ക് നമ്മുടെ സ്റ്റേഷനിൽ തന്നെ 15-ന് മേളിൽ ഈ തരത്തിലുള്ള കേസുകളുണ്ട്. അതിൽ നമുക്കിപ്പം കുറച്ച് അറസ്റ്റൊക്കെ ഉണ്ട്. ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കേസുകളിലാണ് ഈ അറസ്റ്റ്. ഇതിലിപ്പോൾ ഒരു ലേഡിയാണ് പരാതിക്കാരി. അപ്പം അവരുടെ ഇപ്പം നമുക്ക് കുറച്ച് ചെക്ക് ബുക്കുകൾ, കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ സീസ് ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇനിയിപ്പം ബാക്കിയെല്ലാം നമ്മളിപ്പോൾ കോടതിയിലേക്ക് കൊടുക്കും. ഇവരെ നമ്മൾ കോടതിയിൽ ഹാജരാക്കും. ഇവരുടെ കുറേ കൂട്ടാളികളെ കിട്ടാനുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്തവർ, പിന്നെ അതുപോലെ ഈ പൈസ ആരാണ് കൈപ്പറ്റിയിരിക്കുന്നത്, കൂടുതൽ പൈസകൾ ആരാണ് കൈപ്പറ്റിയിരിക്കുന്നത്. അപ്പോൾ അതിലെ പ്രതിയെക്കുറിച്ചൊക്കെ സൂചനയുണ്ട്, ഈ പൈസ കൈപ്പറ്റിയിരിക്കുന്നതിനെ കുറിച്ച്. പിന്നെ നമുക്ക് ഇവർ പൈസ ട്രാൻസാക്ഷൻ്റെ ഒക്കെ മറ്റുള്ളതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് CCTV വിഷ്വൽസ് ഉണ്ട്. പിന്നെ കുറച്ച് ഡേറ്റ നമുക്ക് ബാങ്കുകളിൽ നിന്ന് കിട്ടാനുണ്ട് കേരളത്തിന് വെളിയിൽ. ഇപ്പം ഇവരുടെ അക്കൗണ്ടിലേക്ക് കേരളത്തിന് വെളിയിൽ നിന്നൊക്കെ അറ്റ് എ ടൈമിൽ 10 ലക്ഷം രൂപയൊക്കെ ട്രാൻസ്ഫർ വന്നിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ മറ്റുള്ള സംസ്ഥാന പോലീസുമായിട്ട് ബന്ധപ്പെട്ട് SP മാഡത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മളിതൊക്കെ ചെയ്തത്. അപ്പം മേഡമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇനി അവർക്ക് മെയിലയച്ച് അവർക്ക് ഇതിന് അനുമതി കൊടുക്കണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് എന്തായാലും നമ്മൾ ഇൻഫർമേഷൻ കൊടുക്കും. അപ്പം അതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ബാക്കിയുള്ള കേസുകളിലേക്ക് ഇവരാകുമോ എന്നറിയത്തില്ല. ഒരുപാട് തട്ടിപ്പുണ്ട്. നമുക്കിപ്പം നമ്മുടെ സ്റ്റേഷനിൽ തന്നെ ഇതുപോലെ ഈ ഓൺലൈൻ ടാസ്കുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു 7ഓളം കേസുകളുണ്ട്. അതിൽ ഇപ്പോൾ 7 കേസിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്കൊരു 50 ലക്ഷം രൂപയ്ക്ക് മേളിൽ, ഏകദേശം അതിന് മേളിലേ ഉള്ളൂ. മൊത്തം ഓൺലൈൻ തട്ടിപ്പ് നമുക്ക് തന്നെ സ്റ്റേഷനിൽ തന്നെ കോടികളുടെ വരുന്നത് ജില്ലയിൽ ഒരുപാടുണ്ട്. അപ്പം ജനങ്ങൾ നമുക്ക് അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആവശ്യമില്ലാത്ത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്തായിരിക്കുക. ഇപ്പം വീട്ടിലിരുന്ന് പൈസ കിട്ടുമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് ഇങ്ങോട്ട് പൈസ വാങ്ങിക്കാതിരിക്കുക.
അങ്ങോട്ട് ഒരു കാരണവശാലും നമ്മുടെ അക്കൗണ്ടിൻ്റെ വിവരങ്ങളോ പൈസയോ ഒരാൾക്കും നമ്മൾ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഓൺലൈൻ തട്ടിപ്പ് പെടാതിരിക്കാനുള്ള കാര്യം. പിന്നെ ടൈം ന്യൂസ് ആലപ്പുഴ. ആലപ്പുഴയിൽ SFI പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. UGC നെറ്റ് പരീക്ഷ റദ്ദാക്കിയ നടപടിക്കെതിരെയാണ് SFI പ്രവർത്തകർ ആലപ്പുഴ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. മുനിസിപ്പൽ ടൗൺ ഹാളിന് മുന്നിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പോസ്റ്റ് ഓഫീസിന് സമീപത്ത് പോലീസ് തടഞ്ഞു. എന്നാൽ മുദ്രാവാക്യം വിളിച്ച ബാരിക്കേഡ് ചാടിക്കടന്ന പ്രവർത്തകരെ പോലീസ് തടയാൻ ശ്രമിച്ചെങ്കിലും നേരിയ തോതിൽ ഉന്തും തള്ളുമുണ്ടായി. തുടർന്ന് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കി. പ്രവർത്തകരെ പിന്നീട് പോലീസ് ബലം പ്രയോഗിച്ച് നീക്കം ചെയ്തു. ബലപ്രയോഗത്തിനിടെ നേരിയ സംഘർഷവും സംജാതമായി. SFI ജില്ലാ സെക്രട്ടറി M. ശിവപ്രസാദ്, പ്രസിഡന്റ് ജെഫിൻ സെബാസ്റ്റ്യൻ, വൈഭവ് ചാക്കോ, R. രഞ്ജിത്ത്, റോഷൻ, സൗരവ്, സുരേഷ്, സൽമാൻ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. ടൈം ന്യൂസ് ആലപ്പുഴ. പ്രശസ്ത സിനിമാ സംവിധായകൻ വേണുഗോപൻ ഓർമ്മയായി. ചേർത്തല കടക്കരപ്പള്ളി സ്വദേശിയായ വേണുഗോപന് സിനിമ, രാഷ്ട്രീയ, സാംസ്കാരിക രംഗത്തെ ആയിരക്കണക്കിന് ആളുകൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു. കടക്കരപ്പള്ളി പഞ്ചായത്ത് 7-ാം വാർഡ് രാമാട്ട് വീട്ടിൽ U. വേണുഗോപൻ വെള്ളിയാഴ്ച പുലർച്ചെയാണ് അന്തരിച്ചത്. 67 വയസ്സായിരുന്നു. പരേതരായ ഉണ്ണികൃഷ്ണൻ നായരുടെയും സുരബാലയുടെയും മകനാണ്. 1950കളിലെ സിനിമാ തിരക്കഥാകൃത്തും കലാസാഹിത്യ സാംസ്കാരിക രംഗത്തെ പ്രഗത്ഭനുമായിരുന്ന ഡോക്ടർ PS നായരുടെ ചെറുമകനാണ് ഗോപൻ. പ്രശസ്ത സംവിധായകൻ അന്തരിച്ച പത്മരാജനോടൊപ്പം നിരവധി സിനിമകളിൽ U. വേണുഗോപൻ സഹസംവിധായകനായി പ്രവർത്തിച്ചു. നക്ഷത്രക്കൂടാരം, നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ, ഇന്നലെ, ഞാൻ, ഗന്ധർവൻ തുടങ്ങിയ ഹിറ്റ് ചിത്രങ്ങളുടെ സഹസംവിധായകനാണ് വേണുഗോപൻ. 1988 കുസൃതി കുറുപ്പ് എന്ന സിനിമ ആദ്യമായി സംവിധാനം ചെയ്തു. തുടർന്ന് 2001 ഷാർജ ടു ഷാർജ, 2003 ചൂണ്ട, 2008 സ്വർണം, 2015 ദി റിപ്പോർട്ടർ, 2017 സർവോപരി പാലാക്കാരൻ തുടങ്ങിയവയാണ് വേണുഗോപൻ സംവിധാനം ചെയ്ത സിനിമകൾ. ലതയാണ് ഭാര്യ. ലക്ഷ്മി, വിഷ്ണുഗോപൻ എന്നിവർ മക്കൾ. രവീഷ് മരുമകനാണ്. രാജലക്ഷ്മി കോട്ടയം മെഡിക്കൽ കോളേജിലെ അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ മുരളീകൃഷ്ണൻ, അംബിക എന്നിവർ സഹോദരങ്ങൾ. കലാസാഹിത്യ സാംസ്കാരിക സിനിമാ രംഗത്തെ നിരവധി പേർ ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകൾ വേണുഗോപന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. പത്മരാജൻ്റെ സംവിധാന സഹായിയായി മലയാള സിനിമയിലെത്തുകയും ഒരുപാട് പത്മരാജൻ ചിത്രങ്ങളുടെ സംവിധാന സഹായിയായി അടയാളപ്പെടുകയും ചെയ്തതിന് ശേഷമാണ് രാമാട്ട് വേണു എന്ന വേണുഗോപൻ മലയാള സിനിമയിൽ സ്വതന്ത്ര സംവിധായകനാകുന്നത്. ഒരുപാട് നല്ല ചിത്രങ്ങളുടെ ഭാഗമാകുകയും ഒരുപാട് ടെക്നീഷ്യൻസിനെ മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്യുകയും ചെയ്ത ഏറ്റവും പ്രിയപ്പെട്ട ഒരു കലാകാരനാണ് നമ്മളോട് വിട്ടുപിരിഞ്ഞിരിക്കുന്നത്. ചേർത്തലയുടെ ചലച്ചിത്ര ഭൂപടത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത നല്ല ചിത്രങ്ങൾ സംവിധാനം ചെയ്യുക വഴി വേണുഗോപൻ എക്കാലവും അനുസ്മരിക്കപ്പെടും. വെള്ളിയാഴ്ച രാത്രി 8:30 കടക്കരപ്പള്ളിയിലെ വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങ് നടന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ നിന്ന് വിജയിച്ച KC വേണുഗോപാൽ MP ആലപ്പുഴ ജില്ലയുടെ വിവിധ സ്ഥലങ്ങളിൽ പര്യടനം നടത്തുന്നു. മാരാരിക്കുളം ബ്ലോക്കിൽ നിന്നായിരുന്നു പര്യടനം ആരംഭിച്ചത്. ശനിയാഴ്ച ചേർത്തല മണ്ഡലത്തിലെ പര്യടനം. വെള്ളിയാഴ്ച രാവിലെ പണിക്കർ ജംഗ്ഷനിൽ നിന്ന് പര്യടനം ആരംഭിച്ചു. AKG ജംഗ്ഷൻ, നേതാജി ജംഗ്ഷൻ, മണ്ണഞ്ചേരി ജംഗ്ഷൻ, പനയിൽ ജംഗ്ഷൻ, ചെട്ടിക്കാട്, കാട്ടൂർ, പൊള്ളത്തൈ, മാരാരിക്കുളം മാർക്കറ്റ്, കണിച്ചുകുളങ്ങര എന്നിവിടങ്ങളിലാണ് മാരാരിക്കുളം ബ്ലോക്കിലെ സ്വീകരണം ഒരുക്കിയത്. തുടർന്ന് ആലപ്പുഴ നോർത്ത് ബ്ലോക്കിലായിരുന്നു സ്വീകരണം. വിവിധ സ്ഥലങ്ങളിലെ സ്വീകരണ പരിപാടി വൈദ്യർ ജംഗ്ഷനിൽ സമാപിച്ചു. നേതാക്കളും പ്രവർത്തകരുമടക്കം 100 കണക്കിന് പേർ പങ്കെടുത്തു. മാരാരിക്കുളം ഉൾപ്പെടുന്ന ആലപ്പുഴയിൽ മാരാരിക്കുളം നോർത്തിലും സൗത്തിലും മണ്ണഞ്ചേരിയിലും ആര്യാടും നല്ല ഭൂരിപക്ഷം നമുക്ക് നേടാൻ കഴിഞ്ഞു എന്നുള്ളത് എനിക്ക് സന്തോഷമുണ്ട്. അതിനുവേണ്ടി അഹോരാത്രം പണിയെടുത്ത പ്രവർത്തകരുണ്ട്. വീട്ടിലിരുന്നു കൊണ്ട് അറിയാതെ സഹായിച്ച ബഹുമാന്യരായിട്ടുള്ള സഹോദരന്മാരായിട്ടുള്ള പൊതുജനങ്ങളുണ്ട്.
ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ് ഉറപ്പ് നൽകുന്നു, എന്ത് വന്നാലും നിങ്ങൾ നൽകിയ ഈ വലിയ പിന്തുണയും അംഗീകാരവും ജീവിതകാലം മുഴുവനും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഇവിടുത്തെ പ്രവർത്തനങ്ങളിൽ മുഴുവൻ ഞാൻ ഉണ്ടാകും. സ്വീകരണ കേന്ദ്രങ്ങളിൽ KC വേണുഗോപാൽ വോട്ടർമാർക്ക് നന്ദി പ്രകാശിപ്പിച്ചു. ശനിയാഴ്ച ചേർത്തല മണ്ഡലത്തിലാണ് സ്വീകരണ പരിപാടി ഒരുക്കിയിട്ടുള്ളത്. ടൈം ന്യൂസ് ആലപ്പുഴ. CPM മുക്ത കേരളം എന്നത് തങ്ങളുടെ നിലപാടല്ലെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. പരസ്പരം മത്സരിക്കുന്നുണ്ടെങ്കിലും CPM എന്ന പാർട്ടി ഇല്ലാതാകരുതെന്ന് ആഗ്രഹിക്കുന്നവരാണ് തങ്ങളെന്നും KC വേണുഗോപാൽ ആലപ്പുഴയിൽ പറഞ്ഞു. നല്ല കാര്യം, തിരുത്തൽ നടപടിയിലെ മുന്നോട്ട് ആദ്യം ഈ പെൻഷൻ ഉണ്ടല്ലോ, ക്ഷേമ പെൻഷൻ, ബാക്കി എല്ലാ ദൂർത്തും ഒഴിവാക്കിയിട്ട് ആ ക്ഷേമ പെൻഷൻ അടിയന്തരമായിട്ട് കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കുക. അതാണ് ഏറ്റവും വലിയ തിരുത്തൽ വേണ്ടത്. പാവപ്പെട്ടവർ ഇത്രയും കഷ്ടപ്പെടുന്നൊരു കാലം, ഇത് ഇനിയിപ്പം കള്ളക്കർക്കിടവും കൂടെ വരാൻ പോവുകയാണ്. ദുരിതപൂർണമായ ജീവിതമാണ് എല്ലാവർക്കും. അപ്പോൾ അടിയന്തരമായിട്ടും ഈ പെൻഷൻ എല്ലാം പുനഃസ്ഥാപിക്കണം, മാസം തോറും കൊടുക്കാൻ സംവിധാനം ഉണ്ടാക്കണം. അതാണ് ഏറ്റവും വലിയ തിരുത്തൽ, ജനങ്ങൾക്ക് വേണ്ടിയുള്ള തിരുത്തൽ, മറ്റൊരു പാർട്ടിക്ക് വേണ്ടിയുള്ള തിരുത്തലാണ്. അത് ചെയ്താൽ നമുക്ക് നോക്കാം. ഭരണവിരുദ്ധ വികാരം ഒന്നും ബാധിച്ചിട്ടില്ലെന്നാണ് മുഖ്യമന്ത്രി വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് അങ്ങനെ ആശ്വസിക്കുന്നവരോട് ഇപ്പം എന്ത് പറയാനും പറ്റും? അങ്ങനെ ആശ്വസിക്കുന്നവരോട് നമുക്കെന്ത് പറയാൻ പറ്റും? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM ഏറ്റവും ക്ഷീണിച്ചില്ലാതാകണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല കോൺഗ്രസ്സുകാർ. നമ്മളാരും അങ്ങനെ ആഗ്രഹിക്കുന്നവരല്ല. ആരോഗ്യകരമായ രാഷ്ട്രീയ മനസ്സിലുണ്ട്. അവർ ഞങ്ങളുടെ രാഷ്ട്രീയ ശത്രുക്കളാണ്, ഞങ്ങൾ അവർക്കെതിരായി പോരാടാറുണ്ട്. പക്ഷേ എന്ന് വെച്ച് CPM എന്ന് പറയുന്നത് പാർട്ടി ഇല്ലാതാകണമെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലല്ല. കോൺഗ്രസ് മുക്ത ഭാരതം എന്നൊക്കെ ചിലർ പറയുന്നത് പോലെ അങ്ങനെ ഒരു CPM മുക്ത കേരളമെന്നൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അവർ തന്നെ വരുത്തി വെക്കുന്ന കാര്യങ്ങൾ, അതാണ് ഇപ്പോൾ കേരളത്തിലിപ്പം ഈ നിലയിൽ എത്തിയിരിക്കുന്നത്. അത് മനസ്സിലാക്കാൻ അവർക്ക് കഴിയുന്നില്ലെങ്കിൽ ഇതിനകത്തിലെ പ്രശ്നം ഒരാൾക്ക് പോലും അതിനകത്ത് തുറന്ന് സംസാരിക്കാനുള്ള ധൈര്യമില്ല എന്നുള്ളതാണ് സത്യം. കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ധൈര്യമില്ല. അതുകൊണ്ടാണ് പാർട്ടി അണികളിങ്ങനെ അവരുടെ തീരുമാനമായിട്ട് പരസ്യമായിട്ട് മുന്നോട്ട് പോകുന്ന അവസ്ഥ വന്നിരിക്കുന്നത്. പാവപ്പെട്ടവൻ ഇത്രയും കഷ്ടപ്പെട്ട സമയം ഇതിനു മുൻപ് ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല. ക്ഷേമ പെൻഷനുകൾ കൊടുക്കാനുള്ളത് മാസം തോറും നൽകണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഇല്ലാതാകണമെന്ന് കോൺഗ്രസ് ഒരിക്കൽ പോലും ആഗ്രഹിച്ചിട്ടില്ല. CPM മുക്ത കേരളവും ആഗ്രഹിക്കുന്നില്ല. അവർ തന്നെ വരുത്തിവെക്കുന്ന പ്രശ്നങ്ങളാണ് ഇന്ന് നിലവിലുള്ളത്. CPMനുള്ളിൽ അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള ചങ്കുറപ്പ് ആർക്കും ഇല്ല എന്നതാണ് പ്രശ്നം. തിരുത്തൽ നടപടി തുടങ്ങുമ്പോൾ തന്നെ സർക്കാരിൻ്റെ ധൂർത്ത് ഒഴിവാക്കി പാവപ്പെട്ടവന് കൊടുക്കാനുള്ളത് എത്രയും വേഗം കൊടുത്തു തീർക്കണമെന്നും KC വേണുഗോപാൽ MP പറഞ്ഞു. ടൈനൂസ് ആലപ്പുഴ. തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ കായംകുളം കോൺഗ്രസിൽ കലഹം. സസ്പെൻഡ് ചെയ്ത DCC ജനറൽ സെക്രട്ടറിയും മുൻ മുനിസിപ്പൽ ചെയർമാനുമായ P. പുഷ്പദാസിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഒരു വിഭാഗം പ്രവർത്തകർ കായംകുളം നഗരത്തിൽ പ്രകടനം നടത്തി. പ്രവർത്തകർ തമ്മിലുള്ള കലഹത്തെ തുടർന്ന് KC വേണുഗോപാൽ MPയുടെ മണ്ഡല പര്യടന പരിപാടി കായംകുളത്ത് നിന്ന് ആലപ്പുഴയിലേക്ക് മാറ്റി. UDF ജയത്തിന്റെ ശോഭ കെടുത്തി കായംകുളത്താണ് കോൺഗ്രസിലെ തമ്മിലടി. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടല്ല, നേതാക്കൾ തമ്മിലുള്ള വ്യക്തിവിരോധം കാരണമാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ നീളുന്നത്. UDF നിയോജക മണ്ഡലത്തിന്റെ നേതൃയോഗത്തിൽ DCC ജനറൽ സെക്രട്ടറി K. പുഷ്പദാസ് UDF കൺവീനർ AM കബീറിനെ പ്രസംഗത്തിനിടെ അടിച്ച സംഭവത്തിൽ പുഷ്പദാസിനെ പാർട്ടി നേതൃത്വം സസ്പെൻഡ് ചെയ്തിരുന്നു. ഇതോടെ ഇരുചേരികൾ തമ്മിലുള്ള പോർവിളി തെരുവിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. പുഷ്പദാസിനെ അനുകൂലിച്ച് ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ കഴിഞ്ഞ ദിവസം പട്ടണത്തിൽ പ്രകടനം നടത്തിയിരുന്നു. UDF കൺവീനറെ പാർട്ടിയിൽ നിന്നും പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പ്രകടനം സംഘടിപ്പിച്ചത്. കോൺഗ്രസ് പ്രാദേശിക ഭാരവാഹികളായ ഷാജി കായൽവാരം, ലതൻ, മിനി അച്ഛൻകുഞ്ഞ്, രാജു എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രകടനം. തന്നോട് വിശദീകരണം തേടാതെയാണ് സസ്പെൻഷൻ നടപടി സ്വീകരിച്ചതെന്ന് പുഷ്പദാസ് ആരോപിക്കുന്നു. DCC സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്യാൻ DCC നേതൃത്വത്തിന് അധികാരമില്ലെന്നും പുഷ്പദാസ് പറയുന്നു. ഇക്കാര്യം KPCC നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ടൈനൂസ് കായംകുളം. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ദുരവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യം. CPIയുടെ നേതൃത്വത്തിൽ ആശുപത്രി സംരക്ഷണ ശൃംഖല സംഘടിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ് ഉദ്ഘാടനം ചെയ്തു. മഹിളാ സംഘം, AITUC, AIYF എന്നീ സംഘടനകൾ നേരത്തെ ഒപ്പുശേഖരണം നടത്തിയിരുന്നു. ഇതിനുശേഷമാണ് ആശുപത്രി സംരക്ഷണ ശൃംഖല ഒരുക്കിയത്. ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ് ഉദ്ഘാടനം ചെയ്തു.
കാരണം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആയതുകൊണ്ട് തന്നെ സ്വകാര്യ ആശുപത്രികളെ പോലെ ആഴ്ചകളോളം വെന്റിലേറ്ററിലിട്ട് ലക്ഷക്കണക്കിന് രൂപ അവരുടെ ബന്ധുക്കളിൽ നിന്ന് ഈടാക്കുന്ന സ്ഥിതിയില്ല എന്നുള്ളത് നമുക്കറിയാം. അതിൻ്റേതായ നല്ല വശങ്ങൾ ഒരു മെഡിക്കൽ കോളേജ് ഈ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോഴുള്ള നല്ല വശം കണ്ടുകൊണ്ട് തന്നെയാണ് മെഡിക്കൽ കോളേജ് സംരക്ഷണ ബഹുജന ശൃംഖല എന്നുള്ള മുദ്രാവാക്യം നമ്മൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ചില ആളുകൾക്കെല്ലാം തെറ്റായ ധാരണയുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ മെഡിക്കൽ കോളേജിനെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ ഒരിക്കലുമില്ല, അതിനെ സംരക്ഷിച്ച് നിർത്താൻ വേണ്ടിയുള്ളതാണ്. അതുകൊണ്ടാണ് ചില ഘട്ടങ്ങളിൽ ചില വിഷയങ്ങൾ ഉയർന്നു വരുമ്പോൾ അതിൻ്റെ തെറ്റേത് ശരിയേതെന്ന് ഗവൺമെൻറ് തന്നെ ആവശ്യമായ പഠനങ്ങൾ നടത്തി അതിൻ്റെ റിപ്പോർട്ട് വരട്ടെ, അതിനുവേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നത്. നമ്മുടെ സമരത്തിന് അതിൻ്റേതായ പ്രതികരണം ഉണ്ടായി. ഇന്നലെ നിയമസഭയിൽ ഇവിടുത്തെ MLA ഈ വിഷയങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി അതിന്മേലുള്ള മറുപടി പറയുകയുണ്ടായി. നമ്മൾ ആ ഒപ്പിട്ട നിവേദനത്തിൽ പറഞ്ഞിരുന്നത് അടുത്ത കാലത്തുണ്ടായ ചില മരണങ്ങൾ, അവരുടെ പേരിവിടെ പരാമർശിക്കുകയുണ്ടായി. പുറക്കാട് സ്വദേശിനി ഷിബീന, അവരുടെ ഭർത്താവ് ഇവിടെ വന്ന് നമ്മുടെ ഒപ്പുശേഖരണ പരിപാടിയിൽ സഹകരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ വണ്ടാനം സ്വദേശിനി സൗമ്യ, അതുപോലെ തന്നെ ഒരു നവജാത ശിശു, ഇങ്ങനെ ചില ആളുകളുടെ മരണങ്ങൾ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായി. അതിനു മുമ്പ് പഴവീടുമായി ബന്ധപ്പെട്ട്, അത് ആലപ്പുഴയിലാണ്. അപ്പോൾ അത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്ന ഘട്ടങ്ങളിലെല്ലാം അതിതീവ്രമായ ഒരു സമരത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ അതിൻ്റെ ബഹുജന സംഘടനകളോ പോയിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്നുള്ളത് കണ്ടെത്തേണ്ടതുണ്ട്. ചികിത്സ കിട്ടാതെ മരണപ്പെട്ടവരുടെ ബന്ധുക്കൾ, മറ്റു രോഗികൾ തുടങ്ങിയവരും ശൃംഖലയിൽ കണ്ണികളായി. അത്യാഹിത വിഭാഗത്തിൽ ട്രയാജ് സംവിധാനം നടപ്പാക്കുക, ഗുരുതരാവസ്ഥയിലെത്തുന്ന രോഗികളെ പരിശോധിക്കുന്ന എമർജൻസി മെഡിസിൻ വിഭാഗം നിലനിർത്തുക, സാംക്രമിക രോഗ ചികിത്സാ വിഭാഗം ആരംഭിക്കുക, എലിപ്പനി, ജപ്പാൻ ജ്വരം, ചിക്കൻ ഗുനിയ തുടങ്ങിയ രോഗങ്ങളുടെ നിർണയം നടത്തുവാൻ ആധുനിക സംവിധാനങ്ങളുള്ള ഐസൊലേഷൻ വാർഡുകൾ ക്രമീകരിക്കുക, സീനിയർ ഡോക്ടർമാരുടെ സേവനം 24 മണിക്കൂറും ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ അടങ്ങിയ നിവേദനം മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കും. CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി PV സത്യനേശൻ അധ്യക്ഷനായി. അമ്പലപ്പുഴ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി C ബാമദേവ് സ്വാഗതം പറഞ്ഞു. TT ജസ്മോൻ, അഡ്വക്കേറ്റ് B മോഹൻദാസ്, G കൃഷ്ണപ്രസാദ്, കാർത്തികേയൻ, DP മധു, ദീപ്തി അജയകുമാർ, സനൂപ് കുഞ്ഞുമോൻ, R ജയസിംഹൻ, PK സദാശിവൻ പിള്ള, R പ്രസാദ്, R അനിൽകുമാർ, ശോഭ, R ഗിരിജ, D സുരേഷ് ബാബു, NS ശിവപ്രസാദ്, PSM ഹുസൈൻ, BC മധു, C ജയകുമാരി, ബൈരഞ്ജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ടൈം ന്യൂസ്, ആലപ്പുഴ. വള്ളംകളി മത്സരങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ചമ്പക്കുളം മൂലം ജലോത്സവം ശനിയാഴ്ച പമ്പയാറ്റിൽ നടക്കും. 6 ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ 8 വള്ളങ്ങൾ മത്സരിക്കും. മന്ത്രി P പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. ഒരുക്കങ്ങൾ പൂർത്തിയായി. എൻ്റെ പേര് സൂരജ് VS, കുട്ടനാട് താലൂക്ക് ഓഫീസിലെ ഹെഡ്ക്വാർട്ടേഴ്സ് ഡെപ്യൂട്ടി തഹസിൽദാരാണ്. ചരിത്രപ്രസിദ്ധമായ ചമ്പക്കുളം മൂലം വള്ളംകളി ഈ മാസം 22-ാം തീയതി ചമ്പക്കുളത്ത് പമ്പയാറ്റിൽ നടക്കുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വിപുലമായ ക്രമീകരണങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദാണ് വള്ളംകളി ഉദ്ഘാടനം ചെയ്യുന്നത്. അതുപോലെ തന്നെ പുതിയ MP കൊടിക്കുന്നിൽ സുരേഷ് സാറ് പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് സമ്മാനദാനം നിർവഹിക്കുന്നുണ്ട്. രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. കുട്ടനാട്ടിലെ CBLലൊക്കെ ഉൾപ്പെട്ടു വരുന്ന 6 ചുണ്ടൻ വള്ളങ്ങളാണ് ഇത്തവണ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. CBLനും നെഹ്റു ട്രോഫിക്കും മുന്നോടിയായിട്ട് നടക്കുന്ന ഒരു മത്സരം എന്ന നിലയിൽ വലിയ ഒരു മത്സരം തന്നെയായിരിക്കും ചമ്പക്കുളത്താറ്റിൽ നടക്കാൻ പോകുന്നത്. കേരളത്തിലെ വള്ളംകളികളുടെ തുടക്കം കുറിച്ചുകൊണ്ടുള്ള ഒരു വള്ളംകളിയാണ് ഈ ചമ്പക്കുളത്താറ്റിൽ നടക്കുന്ന രാജപ്രമുഖൻ ട്രോഫിക്ക് വേണ്ടിയുള്ള ഈ മത്സര പോരാട്ടം എന്ന് പറയുന്നത്. ചമ്പക്കുളത്ത് പമ്പയാറ്റിലാണ് വള്ളംകളി നടക്കുന്നത്. 6 ചുണ്ടൻ വള്ളങ്ങൾ, 2 വെപ്പ് B ഗ്രേഡ് വള്ളങ്ങൾ എന്നിവയുൾപ്പെടെ 8 വള്ളങ്ങളാണ് ഇക്കുറി പങ്കെടുക്കുക. രാവിലെ 11:30 മഠത്തിൽ ക്ഷേത്രത്തിലും മാപ്പിളശ്ശേരി തറവാട്ടിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധികാരികൾ നടത്തുന്ന ആചാര അനുഷ്ഠാനങ്ങൾ. 1:30 കളക്ടർ അലക്സ് വർഗീസ് പതാക ഉയർത്തും. മന്ത്രി P പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. തോമസ് K തോമസ് MLA അധ്യക്ഷനാകും. ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ
ആർ ശ്രീശങ്കറും കല്ലൂർക്കാട് സെന്റ് മേരീസ് ബസിലിക്ക റെക്ടർ ഫാദർ ഗ്രിഗറി ഓണംകുളവും ചേർന്ന ദീപം തെളിയിക്കും. കെ ഷാജു എക്സ്-MLA മുഖ്യപ്രഭാഷണം നടത്തും. PR പത്മകുമാർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഫ്ളാഗ് ഓഫ് ചെയ്യും. 3 മത്സരങ്ങൾ ആരംഭിക്കും. 3:40 സാംസ്കാരിക സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി ഉദ്ഘാടനം ചെയ്യും. 4:50 ചുണ്ടൻവള്ളങ്ങളുടെ ഫൈനൽ മത്സരം നടക്കും. 5 സമാപന സമ്മേളനം ഉദ്ഘാടനവും സമ്മാന വിതരണവും കൊടിക്കുന്നിൽ സുരേഷ് MP നിർവഹിക്കുമെന്ന് ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോളി, പഞ്ചായത്ത് പ്രസിഡന്റ് TG ജലജകുമാരി, വള്ളംകളി ജനറൽ കൺവീനറും കുട്ടനാട് തഹസിൽദാരുമായ ജയേഷ് PV, ജോജു ജോസ് കാവനാട്, AV മുരളി, അഡ്വക്കേറ്റ് മുട്ടാർ ഗോപാലകൃഷ്ണൻ, അജിത് പിഷാരത്ത്, ജോപ്പൻ ജോയി, ശ്രീകുമാർ കടമാട് എന്നിവർ അറിയിച്ചു. ടൈനൂസ് ആലപ്പുഴ. ചമ്പക്കുളം മൂലം വള്ളംകളിയോടനുബന്ധിച്ച് ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. സുരക്ഷാ ക്രമീകരണത്തിനായി 400ഓളം പോലീസ് സേനാംഗങ്ങളെ വിന്യസിച്ചിട്ടുണ്ട്. പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം നിരീക്ഷണം ശക്തിപ്പെടുത്തിയിട്ടുണ്ടെന്നും ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. ചരിത്രപ്രസിദ്ധമായ ചമ്പക്കുളം മൂലം വള്ളംകളിയോടനുബന്ധിച്ച് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. നെടുമുടി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ക്രമീകരണങ്ങൾ. വള്ളംകളിയുടെ സുഗമമായ നടത്തിപ്പ് ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി 400ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുള്ളതും പ്രധാനപ്പെട്ട ജംഗ്ഷനുകളായ മങ്കമ്പ് 110 ജംഗ്ഷൻ, ചമ്പക്കുളം ഫിനിഷിംഗ് പോയിന്റ്, ടവർ ജംഗ്ഷൻ, പൂപ്പള്ളി കൊട്ടാരം, പരുത്തിക്കളം തുടങ്ങിയ സ്ഥലങ്ങളിൽ വാഹന പരിശോധനയും ട്രാഫിക് നിയന്ത്രണവും ഉണ്ടായിരിക്കുന്നതാണ്. മദ്യപിച്ച് വാഹനം ഓടിക്കുക, വള്ളംകളി നടക്കുന്ന ട്രാക്കിലേക്ക് എടുത്തുചാടി വള്ളംകളിയുടെ നടത്തിപ്പിന് തടസ്സം സൃഷ്ടിക്കുക, മാപ്പിളശ്ശേരി കടവ് മുതൽ ഫിനിഷിംഗ് പോയിന്റ് വരെയുള്ള വള്ളംകളി നടക്കുന്ന പമ്പയാറിന്റെ ട്രാക്കിലോ പരിസരത്തോ ചെറുവള്ളങ്ങൾ, മറ്റ് ജലയാനങ്ങൾ മുതലായവ അനധികൃതമായി പ്രവേശിക്കുക തുടങ്ങിയ പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കും. വള്ളംകളി തുടങ്ങുന്ന സമയം മുതൽ അവസാനിക്കുന്ന സമയം വരെ ട്രാക്കിലും പരിസരത്തും അനധികൃതമായി പ്രവേശിക്കുന്ന ജലയാനങ്ങളുടെ രജിസ്ട്രേഷനും ലൈസൻസും ക്യാൻസൽ ചെയ്യുന്നതിനുള്ള നിയമ നടപടികൾ കർശനമായും സ്വീകരിക്കും. പവലിയനിലും പരിസരത്തും വള്ളംകളി നടക്കുന്ന പമ്പയാറിൻ്റെ ഇരുകരകളിലും പൊതുജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് പോലീസ് സേനയും യൂണിഫോമിലും മഫ്തിയിലുമായി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പവലിയനിൽ പാസ് ഇല്ലാത്തവരെ പ്രവേശിപ്പിക്കുന്നതല്ല. ടവർ ജംഗ്ഷൻ മുതൽ BKM സ്കൂൾ വരെയും പടിപ്പുരക്കൽ ക്ഷേത്രം മുതൽ സ്കൂൾ വരെയും റോഡിൻ്റെ ഇരുവശങ്ങളിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടില്ല. ഉച്ചയ്ക്ക് 12 മണി മുതൽ വള്ളംകളി അവസാനിക്കുന്നതുവരെ ചമ്പക്കുളം ഭാഗത്തേക്ക് വലിയ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വള്ളംകളിയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി ഡ്രോണുകൾ ഉപയോഗിച്ച് ഹെലികോം നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുള്ളതും ഇപ്രകാരം റിപ്പോർട്ട് ചെയ്യുന്ന കുറ്റവാളികൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുന്നതുമാണെന്നും അധികൃതർ അറിയിച്ചു. ടൈനൂസ് ആലപ്പുഴ. യോഗ പരിശീലനത്തിൻ്റെ പ്രാധാന്യവും പ്രസക്തിയും വിളിച്ചോതി അന്താരാഷ്ട്ര യോഗാ ദിനം. യോഗാ ദിനാചരണത്തിൻ്റെ ഭാഗമായി നാടെങ്ങും വൈവിധ്യമാർന്ന പരിപാടികൾ ഒരുക്കിയിരുന്നു. അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിൻ്റെ ഭാഗമായി നാടെങ്ങും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. യോഗാ കേന്ദ്രങ്ങളിൽ മാത്രമല്ല, പ്രത്യേകമായി സജ്ജമാക്കിയ സ്ഥലങ്ങളിലും പരിശീലനം ഒരുക്കിയിരുന്നു. സാംസ്കാരിക സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ആത്മീയ കേന്ദ്രങ്ങളിലുമൊക്കെ യോഗാ ദിനാചരണത്തോടനുബന്ധിച്ച് പ്രത്യേക പരിശീലന പരിപാടി ഒരുക്കി. മനസ്സിനും ശരീരത്തിനും ഊർജവും ഉന്മേഷവും കരുത്തും വർദ്ധിപ്പിക്കുന്നതിന് യോഗ പരിശീലനം ഉത്തമമാണെന്ന മഹാസന്ദേശമാണ് യോഗാ ദിനാചരണം ഉയർത്തിക്കാട്ടുന്നത്. വിവിധ സ്ഥലങ്ങളിൽ നടന്ന യോഗ പരിശീലനത്തിൽ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു. ടൈം ന്യൂസ് ആലപ്പുഴ. IMA ചേർത്തല ശാഖയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു. ചേർത്തല NSS യൂണിയൻ ഹാളിലാണ് യോഗാ ദിനാചരണം ഒരുക്കിയത്. ഡോക്ടർമാർ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. IMA ചേർത്തല ശാഖയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു. മാനസികവും ആത്മീയവും ശാരീരികവുമായ നിരവധി ഗുണങ്ങളെക്കുറിച്ചുള്ള പൊതു അറിവ് വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ദിനാചരണം സംഘടിപ്പിച്ചതെന്ന് IMA ഭാരവാഹികൾ പറഞ്ഞു. ചേർത്തല NSS യൂണിയൻ ഹാളിൽ നടന്ന പരിശീലന പരിപാടിക്ക് പള്ളിപ്പുറം NSS കോളേജ് ഹിസ്റ്ററി വിഭാഗം മേധാവിയും ആർട്ട് ഓഫ് ലിവിംഗ് പരിശീലകയുമായ സുധാ രാജശേഖർ, യോഗ ഇൻസ്ട്രക്ടർ പ്രീത R എന്നിവർ നേതൃത്വം നൽകി. IMA ചേർത്തല പ്രസിഡന്റ് ഡോക്ടർ B ശ്രീദേവൻ, സെക്രട്ടറി ഡോക്ടർ അരുൺ G നായർ, മുനിസിപ്പൽ കൗൺസിലർ A അജി, മറ്റ് ഡോക്ടർമാർ, പൊതുജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രതിരോധശേഷിയും ശക്തിയും വികസിപ്പിക്കുന്നതിന് ആവശ്യമായ സമഗ്രമായ ഒരു വ്യായാമമാണ് യോഗ. സ്ത്രീകളുടെ ശാരീരികവും മാനസികവുമായ കരുത്ത് വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ത്രീ ശാക്തീകരണത്തിലുള്ള യോഗ എന്നതാണ് 2024 തീം എന്ന് IMA പ്രസിഡന്റ് ഡോക്ടർ ശ്രീദേവൻ, സെക്രട്ടറി ഡോക്ടർ അരുൺ G നായർ എന്നിവർ പറഞ്ഞു. ടൈം ന്യൂസ് ചേർത്തല.
ഭാരതീയ സംസ്കാരത്തിൻ്റെ വിലമതിക്കാനാവാത്ത സംഭാവനയാണ് യോഗയെന്ന BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് AN രാധാകൃഷ്ണൻ. മനസ്സും ശരീരവും തമ്മിലുള്ള ഐക്യമാണ് യോഗയിലൂടെ ലക്ഷ്യമിടുന്നതെന്നും AN രാധാകൃഷ്ണൻ പറഞ്ഞു. BJP ചേർത്തല മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചേർത്തല NSS യൂണിയൻ ഹാളിൽ നടന്ന 10ാമത് അന്താരാഷ്ട്ര യോഗാ ദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു AN രാധാകൃഷ്ണൻ. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഐക്യമാണ് യോഗയിലൂടെ ലക്ഷ്യമിടുന്നത്. യോഗ കേവലം വ്യായാമം മാത്രമല്ല, മറിച്ച് മനുഷ്യരും പ്രകൃതിയും ഒന്നാണെന്നുള്ള തിരിച്ചറിവ് കൂടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. ബഹുമാനനായ ശ്രീമാൻ നരേന്ദ്രമോദി ലോകരാജ്യങ്ങളുടെ മുമ്പാകെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ വ്യത്യസ്തങ്ങളായ വിഷയങ്ങളെ കൊണ്ട് കലുഷിതമായ സാഹചര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ ഭാരതത്തിൻ്റെ സംസ്കൃതി, നമ്മുടെ ചിന്താധാരകൾ ലോകസമാധാനത്തിൻ്റെ ചിന്തയാണ്. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന ആർഷഭാരത സംസ്കൃതിയിൽ അധിഷ്ഠിതമായ ആ ജീവിതചര്യ ലോകത്തിന് പകർന്നു കൊടുക്കാനും ലോകത്തിന് ശാന്തി ഉണ്ടാകാനും ലോകത്തിന് സമാധാനമുണ്ടാകാനും ലോകത്തിൻ്റെ നാനാത്തറകളിലുള്ള എല്ലാ ആളുകളും ലോകം മുഴുവൻ ഒന്നായി ചിന്തിക്കുന്ന മഹത്തായ കാഴ്ചപ്പാടിലേക്ക് ഉയരാൻ ആത്മീയമായ ഭാരതം അതിൻ്റെ അന്തസ്സത്ത ലോകത്തിന് സംഭാവന ചെയ്തിട്ടുള്ള മഹത്തായ പരമ്പരകളിൽ ഏറ്റവും നിർണായകമായ സ്വാധീനവും അതുപോലെ തന്നെ എല്ലാവർക്കും പിന്തുടരാൻ കഴിയുന്ന ഈ മഹത്തായ യോഗ നമുക്ക് ലോകത്തിന് മുമ്പാകെ കാഴ്ചവെക്കാം. അത് ലോകം സ്വീകരിച്ചിരിക്കുന്നു. മണ്ഡലം പ്രസിഡന്റ് അഭിലാഷ് മാപ്പറമ്പിൽ അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി പ്രശാന്ത് കുര്യാനപ്പള്ളി, ശശിധരൻ പിള്ള, രസ്ന രജീഷ്, ആശ മുകേഷ്, സൗമ്യ വിനോദ്, ധനീഷ് കുമാർ, ശശികല എന്നിവർ പങ്കെടുത്തു. യോഗാചാര്യൻ K രവികുമാർ ക്ലാസിന് നേതൃത്വം നൽകി. ടൈം ന്യൂസ് ചേർത്തല. ചേർത്തല കുത്തിയതോട് പാട്ടുകുളങ്ങര കേന്ദ്രമായി പ്രവർത്തിക്കുന്ന വിഭജിക യോഗ വിദ്യാലയം 27ാം വർഷത്തിലേക്ക്. അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിൻ്റെ ഭാഗമായി വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിച്ചു. ചേർത്തല കുത്തിയതോട് പാട്ടുകുളങ്ങര കേന്ദ്രമായി പ്രവർത്തിക്കുന്ന വിഭജിക യോഗ വിദ്യാലയം 27ാം വർഷത്തിലേക്ക്. കുത്തിയതോട് പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും സൗജന്യ യോഗ ക്ലാസുകൾ നടത്തി യോഗാ ഗ്രാമം എന്ന ആശയത്തിലേക്ക് നീങ്ങുകയാണ് വിഭജിക ഹാളിൽ ദിവസവും രാവിലെ 6:45 സൗജന്യമായി യോഗ ക്ലാസുകൾ നടന്നുവരുന്നു. ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് മോചനം നേടുവാൻ ദിവസവും യോഗ ശീലമാക്കുക, സ്ത്രീ ശാക്തീകരണം യോഗയിലൂടെ എന്ന സന്ദേശവുമായാണ് 2024 ജൂൺ 21 ലോകമെമ്പാടും യോഗാ ദിനം ആചരിച്ചത്. വിഭജികയുടെ നേതൃത്വത്തിൽ ചേർത്തല വേളൂർവട്ടം ക്ഷേത്ര പരിസരത്താണ് യോഗാ ദിനാചരണം സംഘടിപ്പിച്ചത്. ജൂൺ 21 ലോക സംഗീത ദിനവുമാണ്. യോഗ ക്ലാസ്സിനൊപ്പം സംഗീത പരിപാടിയും നടത്തിവരുന്നു. ചെറിയ ക്ലാസ്സുകളിലൂടെ എല്ലാവരിലേക്കും യോഗ സന്ദേശം എത്തിക്കുവാൻ കഴിയുന്നു. സ്കൂളുകൾ, കോളേജുകൾ, കലാ സാംസ്കാരിക സംഘടനകൾ, അയൽക്കൂട്ടങ്ങൾ, തൊഴിലുറപ്പുകാർ എന്നിവരിലൂടെ നൂറുകണക്കിന് ആളുകളിലേക്ക് യോഗ ക്ലാസുകൾ എത്തിക്കുവാൻ കഴിഞ്ഞെന്ന് വിഭജികയ്ക്ക് നേതൃത്വം നൽകുന്ന B വിജയനാഥ് പറഞ്ഞു. വർദ്ധിച്ച് വരുന്ന ജീവിത ശൈലി രോഗങ്ങളിൽ നിന്ന് മോചനം നേടുവാൻ നമുക്ക് യോഗയിലൂടെ സാധിക്കുന്നു. ചെറിയ രോഗങ്ങളായ പ്രമേഹവും അതുപോലെ തന്നെ ആസ്മ മുതലായ രോഗങ്ങൾ, രക്തസമ്മർദ്ദം, ഇവയ്ക്കൊന്നും രോഗാണുക്കളില്ല. ഇവ നിത്യം യോഗ ചെയ്യുകയാണെങ്കിൽ നമ്മിൽ നിന്ന് അകന്നു നിൽക്കും. നാം കൂടുതൽ ഊർജ്ജസ്വലരായി തീരുന്നതിനെ സഹായിക്കും. അതുകൂടാതെ ഇന്ന് ലോക സംഗീത ദിനമാണ്. ദിവസവും പാട്ടുപാടാൻ 10 മിനിറ്റെങ്കിലും നീക്കി വയ്ക്കുക. അരമണിക്കൂർ സമയമെങ്കിലും യോഗയ്ക്കായിട്ട് മാറ്റിവെക്കുക. പ്രാണായാമം ചെയ്യുക. ദിവസവും ശ്വാസോച്ഛ്വാസത്തിൻ്റെ ഈ വ്യായാമം ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ നെഞ്ചിലെ കഫക്കെട്ടെല്ലാം മാറും. നമ്മുടെ വികാരങ്ങളെയെല്ലാം നമുക്ക് നിയന്ത്രിക്കുവാൻ സാധിക്കും. അപ്പോൾ ഇന്ന് തുടങ്ങുന്ന ഈ യോഗ എല്ലാ ദിവസത്തേക്കും തുടർന്നു പോകുവാൻ എല്ലാവർക്കും മനസ്സുണ്ടാകുക. ശാരീരിക വ്യായാമത്തിനൊപ്പം മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്ന് മോചനം നേടുവാൻ ചിരിയോഗയും പരിശീലിപ്പിക്കുന്നു. വർദ്ധിച്ചുവരുന്ന കലഹങ്ങളും ആത്മഹത്യകളും കലാപങ്ങളും ആളുകളുടെ വൈകാരിക സാക്ഷരതയുടെ കുറവാണ് കാണിക്കുന്നത്. വൈകാരിക നിരക്ഷരത മാറ്റി പരസ്പര ആനന്ദത്തോടെ ജീവിക്കുന്ന ഒരു ലോകം ക്ലാസ്സിലൂടെ കൈവരിക്കുകയാണ് ലക്ഷ്യമെന്ന് B വിജയനാഥ് ചൂണ്ടിക്കാട്ടുന്നു. ടൈം ന്യൂസ് ചേർത്തല. മാവേലിക്കരയിലെ ബാറിന് സമീപത്ത് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം പെൺ സുഹൃത്തടക്കം 3 പേർ പിടിയിലായി. ചെന്നിത്തല സ്വദേശിയായ രാജേഷിൻ്റെ മരണത്തിൽ പത്തനംതിട്ട സ്വദേശികളായ സ്മിത, സജീവൻ, ചെന്നിത്തല സ്വദേശി ബിജു എന്നിവരാണ് പിടിയിലായത്.
മിച്ചൽ ജംഗ്ഷന് വടക്ക് ബാറിന് സമീപം യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ 2 പേർ കൂടി അറസ്റ്റിലായി. സംഭവം കൊട്ടേഷൻ കൊലപാതകമാണെന്ന് പോലീസ് പറയുന്നു. കൊട്ടേഷൻ നൽകിയ യുവതി കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു. കൊലപാതകത്തിന് ശേഷം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ പന്തളം കുളനടയിൽ നിന്നും പോലീസ് പിടികൂടിയ പത്തനംതിട്ട മെഴുവേലിൽ സുനു നിവാസിൽ 27 വയസ്സുള്ള എസ് സനു, ചെന്നിത്തല കാരായ്മ പടിഞ്ഞാറ് മനാദിയിൽ 39 വയസ്സുള്ള സി ബിജുകുമാർ എന്നിവരുടെ അറസ്റ്റാണ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയത്. കൊല്ലപ്പെട്ട ചെന്നിത്തല ഒരിപ്രം കാർത്തികയിൽ രാജേഷിന്റെ സുഹൃത്ത് തിരുവല്ല കവിയൂർ ഇലഞ്ഞിത്താനം ചെമ്പകശ്ശേരി സ്മിത കെ രാജനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. രാജേഷ് ചങ്ങനാശ്ശേരിയിൽ നടത്തിയിരുന്ന വിവാഹ ബ്യൂറോയിൽ ജീവനക്കാരിയായിരുന്നു സ്മിത. പിന്നീട് സ്ഥാപനത്തിന്റെ ഉടമയായി മാറുകയും ചെയ്തു. രാജേഷ് അവിടുത്തെ ജീവനക്കാരനാവുകയായിരുന്നു. സ്ഥാപന നടത്തിപ്പുമായി ബന്ധപ്പെട്ട് രാജേഷും സ്മിതയും തമ്മിൽ തർക്കം പതിവായിരുന്നു. രാജേഷ് സ്മിതയെ മർദ്ദിക്കുമായിരുന്നു. ഇതിന്റെ വിരോധത്തിൽ രാജേഷിനെ മർദ്ദിക്കാൻ സ്മിത സുഹൃത്തുക്കളോട് നിർദ്ദേശിക്കുകയായിരുന്നു എന്നും മർദ്ദനത്തിനിടെ രാജേഷ് കൊല്ലപ്പെടുകയായിരുന്നുവെന്നും പോലീസ് പറയുന്നു. ഇത് സംബന്ധിച്ച് സംഭാഷണ രേഖകൾ പോലീസിന് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സ്മിതയെ അറസ്റ്റ് ചെയ്തത്. രാജേഷിന്റെ സംസ്കാര ചടങ്ങിൽ സ്മിത പങ്കെടുത്തിരുന്നു. രാജേഷ് മർദ്ദിച്ചതിന്റെ ദൃശ്യങ്ങൾ സ്മിതയ്ക്ക് അയച്ചു നൽകാൻ മൊബൈലിൽ ചിത്രീകരിച്ചിരുന്നതായും കൃത്യം ചെയ്യാനും മദ്യപിക്കാനും സ്മിത പണം നൽകിയതായും പ്രതികൾ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. ടൈനോസ് ആലപ്പുഴ. ചേർത്തല പള്ളിപ്പുറം തിരുനെല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയ വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു. അനുമോദനവും ഇതോടൊപ്പം സംഘടിപ്പിച്ചിരുന്നു. പള്ളിപ്പുറം ഒറ്റപ്പുന്ന ശാഖയിലാണ് പരിപാടി ഒരുക്കിയത്. ചേർത്തല പള്ളിപ്പുറം തിരുനെല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ മെറിറ്റ് അവാർഡുകൾ വിതരണം ചെയ്തു. SSLC+2 പരീക്ഷകളിൽ A+ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും വ്യത്യസ്ത മേഖലകളിൽ നേട്ടങ്ങൾ കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിക്കലുമാണ് സംഘടിപ്പിച്ചത്. പള്ളിപ്പുറം ഒറ്റപ്പുന്ന ശാഖാ ഹാളിലാണ് പരിപാടി ഒരുക്കിയത്. ചേർത്തല അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ എൽ ജ്യോതിഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലും അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ മാതൃകയായിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കുന്ന മഹത്തായ ഒരു പ്രസ്ഥാനമാണ്. അതിൻ്റെ സാധ്യതകളെക്കുറിച്ചൊക്കെ ഇനിയും വളരെ സാധാരണ ജനങ്ങൾ, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ അറിയേണ്ടിയിരിക്കുന്നു. അതിൻ്റെ സാധ്യതകൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു സ്രോതസ്സിൻ്റെ ആവശ്യമില്ല, പ്രത്യേകിച്ച് സാമ്പത്തിക സ്രോതസ്സിൻ്റെ. സഹകരണ മേഖല നമ്മുടെ കേരളത്തിലെ എല്ലാ മേഖലയിലും ഒരു മനുഷ്യൻ്റെ ജന്മം തൊട്ട് മരണം വരെയുള്ള അവൻ്റെ സകലമാന ആവശ്യങ്ങൾക്കും ഉതകുന്ന അല്ലെങ്കിൽ സഹായം ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ്. പ്രധാനമായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ല ആശ്രയിക്കുന്നത് ഇപ്പോൾ ഒരു സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും ആവശ്യങ്ങൾക്കാണ്. ബാങ്ക് പ്രസിഡന്റ് DV വിമൽദേവ് അധ്യക്ഷനായി. പള്ളിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് TS സുധീഷ്, ആലപ്പുഴ അസിസ്റ്റന്റ് രജിസ്ട്രാർ പ്ലാനിംഗ് OJ ഷിബു എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. PR ഹരിക്കുട്ടൻ, PR റോയ്, B വിനോദ്, KK ഷിജി എന്നിവർ ആശംസകൾ നേർന്നു. ബാങ്ക് സെക്രട്ടറി P ജിജിമോൾ സ്വാഗതവും ബോർഡ് മെമ്പർ അനിൽകുമാർ നന്ദിയും പറഞ്ഞു. ടൈം ന്യൂസ് ചേർത്തല. KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ്റെ മേഖലാ കൺവെൻഷൻ ശനിയാഴ്ച ചേർത്തലയിൽ നടക്കും. ചേർത്തല NSS യൂണിയൻ ഹാളിലാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചിട്ടുള്ളത്. ആലപ്പുഴ, എറണാകുളം മേഖലകളിലെ പ്രവർത്തകർ പങ്കെടുക്കും. മറ്റു പല വിഭാഗത്തിലും കൊടുക്കുന്ന ഇപ്പോൾ സർക്കാർ പെൻഷന് തുല്യമായിട്ടാണ് ഞങ്ങളെയും എല്ലാവരും പരിഗണിക്കുന്നത്, സമൂഹം പരിഗണിക്കുന്നത്. പക്ഷെ അത് വസ്തുതയല്ല. സാധാരണ ഒരു സർക്കാർ ജീവനക്കാരന് കിട്ടുന്ന പെൻഷന് ആപേക്ഷികമായി വളരെ തുച്ഛമായിട്ടുള്ളൊരു പെൻഷനാണ് കിട്ടുന്നത്. എൻ്റെ കൂടെ 1980 ഞാൻ KSRTC ചേർന്ന ആളാണ്. 1982 എൻ്റെ കൂടെ സർവീസിൽ റവന്യൂ വകുപ്പിൽ ചേർന്ന ഒരാൾ, ഞങ്ങൾ ഒരേ ക്ലാസ്സിൽ പഠിച്ചവരാണ്. അയാൾ 1ാം ഗ്രേഡ് തഹസീൽദാരായിട്ടാണ് റിട്ടയർ ചെയ്തത്. എൻ്റെ 3 ഇരട്ടി പെൻഷനാണ് അയാൾ വാങ്ങുന്നത്. അയാളുടെ പെൻഷന് തുല്യമായ തുകയാണെങ്കിൽ എനിക്ക് 3 മാസം പെൻഷൻ ചേർത്ത് നോക്കും. അത്രയ്ക്ക് തുച്ഛമായ പെൻഷനാണ് KSRTCക്കാർക്ക് കിട്ടുക. ഞങ്ങൾ 42,000 പേരുള്ളതിൽ ഒരു 30,000 പേരും ശരാശരി 10,000-നും 15,000-നും ഇടയ്ക്ക് മാത്രം പെൻഷൻ വാങ്ങുന്നവരാണ്. അതിന് മുകളിലേക്കുള്ളത് കഷ്ടിച്ചൊരു 10-12,000 ആളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അത്ര മോശപ്പെട്ട തരത്തിലുള്ള പെൻഷനാണ് കിട്ടുന്നത്. എങ്കിലും ഞങ്ങൾ അതുകൊണ്ടാണ് ജീവിച്ചു പോകുന്നത്. അതിനൊരു കൃത്യതയില്ല. ഈ കൃത്യതയൊക്കെ ഉണ്ടാകണമെങ്കിൽ ഞങ്ങൾ പറയുന്ന ഒരു ഡിമാൻഡ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിമാൻഡ്, ഞങ്ങളുടെ പെൻഷൻ സർക്കാർ ഏറ്റെടുക്കാൻ തയ്യാറാവണം. സർക്കാർ ഏറ്റെടുത്ത് ഇപ്പൊ തന്നുകൊണ്ടിരിക്കുന്ന സർക്കാരാണ്, പക്ഷെ അത് ലീഗലാവണം. ഔദ്യോഗികമായി ഇപ്പൊ സർക്കാർ വായ്പ തന്നിട്ടാണ്, അല്ലെങ്കിൽ ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്ന് വായ്പ എടുത്താണ് സർക്കാർ തന്നുകൊണ്ടിരിക്കുന്നത്. സർക്കാർ തിരിച്ചടയ്ക്കുമ്പോൾ മാത്രമേ അടുത്ത ഗഡു അവർ കൊടുക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പെൻഷൻ ഡിലേ വരുന്നത്. അപ്പൊ സർക്കാരാണ് ഫലത്തിൽ തന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട്
ഈ പെൻഷൻ കൊടുക്കാനുള്ള ബാധ്യത ഗവൺമെന്റിൻ്റെ ആണ് എന്ന തരത്തിൽ തീരുമാനമുണ്ടാകുകയും ഗവൺമെന്റ് ട്രഷറിലൂടെ അല്ലെങ്കിൽ SBIയിലൂടെ നേരത്തെ തന്നിരുന്ന മാതിരി ഞങ്ങൾക്ക് പെൻഷൻ കിട്ടാനുള്ള ഒരു സംവിധാനം ഉണ്ടാകണം. ഞങ്ങൾക്ക് അർഹതപ്പെട്ട മറ്റ് പലതരത്തിലുള്ള നേരത്തെ ഇവിടെ സൂചിപ്പിച്ച കാലോചിതമായിട്ടുള്ള DRന്റെ വർധന ഉണ്ടാവണം. KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷന്റെ മേഖലാ സമ്മേളനം ശനിയാഴ്ച നടക്കും. ചേർത്തല NSS യൂണിയൻ ഹാൾ മേഖലാ കൺവെൻഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PA മുഹമ്മദ് അഷ്റഫ് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന പ്രസിഡന്റ് P മുരളീധരൻ പിള്ള അധ്യക്ഷനാകും. സംസ്ഥാന ട്രഷറർ AK ശ്രീകുമാർ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് JCS നായർ, സംസ്ഥാന സെക്രട്ടറി ജോസഫ് ഓടക്കാലി, സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി NS മുല്ലശ്ശേരി, ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് EB വേണുഗോപാൽ, ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് EB വേണുഗോപാൽ, AP ജയപ്രകാശ്, ചേർത്തല യൂണിറ്റ് സെക്രട്ടറി K സുജാതൻ, ചേർത്തല യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി B സുദർശൻ, VPB ആചാരി തുടങ്ങിയവർ സംസാരിക്കും. എറണാകുളം, ആലപ്പുഴ ജില്ലകളിലെ KSRTCയുടെ 16 യൂണിറ്റുകളുടെ സംഘടനകളുടെ മുഴുവൻ ഭാരവാഹികളും കമ്മിറ്റി അംഗങ്ങളും പങ്കെടുക്കുന്ന മേഖലാ സമ്മേളനമാണ് നടക്കുന്നത്. ടൈനൂസ് ചേർത്തല. പ്രധാന വാർത്തകൾ വീണ്ടും. ഓൺലൈൻ തട്ടിപ്പ് വഴി പണം തട്ടുന്ന മലപ്പുറം സ്വദേശികളായ 4 പേർ ആലപ്പുഴ പോലീസിന്റെ പിടിയിലായി. ആലപ്പുഴ സ്വദേശിനിയിൽ നിന്ന് 12 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലാണ് പ്രതികൾ വലയിലായത്. ആലപ്പുഴയിൽ SFI പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. UGC നെറ്റ് പരീക്ഷ റദ്ദാക്കിയ നടപടിക്കെതിരെയാണ് ആലപ്പുഴ പോസ്റ്റ് ഓഫീസിലേക്ക് SFI പ്രവർത്തകർ മാർച്ച് നടത്തിയത്. CPM മുക്ത കേരളം എന്നത് തങ്ങളുടെ നിലപാടല്ലെന്ന് KC വേണുഗോപാൽ MP. പരസ്പരം മത്സരിക്കുന്നുണ്ടെങ്കിലും CPM ഇല്ലാതാകണമെന്ന് ആഗ്രഹിക്കുന്നില്ലെന്നും വേണുഗോപാൽ. പ്രശസ്ത സിനിമാ സംവിധായകൻ വേണുഗോപൻ ഓർമ്മയായി. ചേർത്തല കടക്കരപ്പള്ളി സ്വദേശിയായ വേണുഗോപന് ആയിരങ്ങൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ദുരവസ്ഥ പരിഹരിക്കാൻ നടപടി വേണമെന്ന ആവശ്യം CPIയുടെ നേതൃത്വത്തിൽ ആശുപത്രി സംരക്ഷണ ശൃംഖല സംഘടിപ്പിച്ചു. വള്ളംകളി മത്സരങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള ചമ്പക്കുളം മൂലം ജലോത്സവം ശനിയാഴ്ച. ചമ്പക്കുളത്ത് പമ്പയാറ്റിലാണ് ജലോത്സവം നടക്കുന്നത്. 6 ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ 8 വള്ളങ്ങൾ പങ്കെടുക്കും. യോഗ പരിശീലനത്തിന്റെ പ്രാധാന്യം വിളിച്ചോതി അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു. നാടെങ്ങും വൈവിധ്യമാർന്ന പരിപാടികൾ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.